ഇപ്പോഴും അവരൊക്കെ എങ്ങനാ മരിച്ചെന്നോ എന്താ സംഭവിച്ചതെന്നോ ആർക്കും അറിയില്ല. പിന്നീട് ഒരാൾക്ക് പോലും ഈ മാണിക്കത്തേരി തറവാട്ടിൽ സ്വസ്ഥതയോടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. പതുക്കെ പതുക്കെ, അത് ചെളിയുണ്ട്, നോക്കി ഇറങ്ങടാ. പണ്ടെപ്പോഴോ ഞാനിവിടെ വന്നതാ. അറയ്ക്കുള്ളിലേക്ക് പോകുന്ന വാതിലത്. ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ മാർത്തങ്കാരനവര്. മുകളിലത്തെ മുറിയിൽ മാർത്തങ്കാരനവര് ചില പ്രയോഗക്രിയകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പ്രയോഗക്രിയ എന്നൊക്കെ പറയുമ്പോ മനുഷ്യക്കുരുതി വല്ലതാണോ? പണ്ട് കാലത്ത് കേട്ടതാ ഇതൊക്കെ. ഈ വാതിൽ കണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലെ മുറിയിലേക്കുള്ള വഴി. എടി, കഴിഞ്ഞ മാസം ആ ഓട്ടോക്കാരൻ ജോയും കുടുംബവും ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നത്. ജീവനും കൊണ്ട് ഓടിയതാ അവര്. ഇത് പിടിച്ച്. ആ സമയത്ത് എന്തോ കണ്ട് ഭയന്നെന്നാ പറയുന്നേ. അവരുടെ കൊച്ചിനാണെങ്കിൽ ഇപ്പോൾ ചിത്തഭ്രമം വന്നെന്നൊക്കെയാണ് പറയുന്നേ. ആ വടക്കേലെ അനിരുദ്ധം പറഞ്ഞതാ. ഈ അനിലും ബീനയും പൂനെയിലോ മദ്രാസിലോ മറ്റോ അല്ലായിരുന്നോ? പൂനെയില് ഇതെന്തോ ട്രാൻസ്ഫർ കിട്ടിയപ്പോ വന്നതാ. ഇവര് നാട്ടിലെത്തിയിട്ട് 2 ആഴ്ചയായി. പനമ്പാട്ടെ ശ്രീദേവിയുടെ വീട്ടിലായിരുന്നു. 2 ദിവസം മുമ്പാ ഇവരെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പോ ഇതുങ്ങളിവിടെ താമസിക്കാനാണോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നേ. കാരണം കൊച്ചിനെ ഇവിടെ സ്കൂളിൽ ചേർത്തെന്ന് എന്നോട് പറഞ്ഞ്. ഇനിയിപ്പോ വേറെ വാടകക്കാരൊന്നും വരാൻ പോകുന്നില്ല. ബോധമുള്ള ആരെങ്കിലും ഇവിടെ താമസിക്കാൻ വരുമോ കമലാക്ഷി? തറവാട്ടിലെ നൈരുത്യ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മുറിയിൽ പൂജിച്ച് വാഴിച്ചിരുന്നത് ദുർദേവതകളെ ആയിരുന്നു. ഇനിയും ദുർനിമിത്തങ്ങളും ദുർമരണങ്ങളും ഈ തറവാടിനെ സംബന്ധിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുമെന്നാ നെടുവിളക്കം തിരുമേനി പ്രശ്നം വെച്ച് പറഞ്ഞത്. ഈ നെടുവിളക്കം തിരുമേനി വരുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ലല്ലോ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. കുടുംബത്തിലുള്ള ഒരുത്തന് ഈ തറവാട് വേണ്ടായിരുന്നു. അവസാനം ഈ അനിലിന്റെ തലയിൽ കെട്ടി വെച്ചതാ. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ആദി, നീ ഇതെവിടെ പോയതാ? ഇങ്ങ് വാ. പകല് സമയത്ത് പോലും ഇങ്ങോട്ട് നോക്കുമ്പോ എനിക്ക് പേടിയാ.
ആദി, നീ എവിടാ? നീ ഇങ്ങ് വന്നേ. ആദി, മതി വരച്ചത്. പോയി കിടന്നുറങ്ങ. സമയം ഇത്രയായില്ലേ? നാളെ എനിക്ക് സ്കൂളുള്ളതല്ലേ. നേരത്തെ കിടന്ന് ഉറങ്ങ. ചെല്ല്.
നീ ഈ സമയത്ത് എവിടെ പോയതാ? ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ. പോയി കിടന്ന് ഉറങ്ങാ മതി. ഞാൻ വരാം. അനി, ഇന്നലെ ഇവിടെയാണോ ഉറങ്ങേ? അതെ, ഇന്ന് ഓട്ടോ വരില്ല കേട്ടോ. കൊച്ചിനെ സ്കൂളിൽ വരെ ഒന്ന് കൊണ്ടുവിടണേ. ഡൽഹി ബുറാഡിയിൽ വീട്ടിനുള്ളിൽ ഒരു കുടുംബത്തിലെ 11 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മയും 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും കുട്ടികളുമാണ് മരിച്ചത്. വിശദാംശങ്ങൾ VS സനകൻ നൽകും. സനകൻ, പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? കുടുംബത്തിലെ 11 പേർ മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് മൗലാന ആസാദ് ആശുപത്രി അധികൃതർ പുറത്തുവിട്ടത്. ശ്വാസം മുട്ടിയുള്ള മരണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റ് ബലപ്രയോഗത്തിന്റെ പാടുകളോ മുറിവുകളോ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വീടിന്റെ വാതിലുകൾ തുറന്നു കിടന്നിരുന്നതിനാൽ പുറത്തുനിന്നുള്ളവർ ഇവരെ കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യത ഉണ്ടെന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. എന്നാൽ വീട്ടിലുണ്ടായിരുന്ന നായ കുരച്ച് ബഹളമുണ്ടാക്കാതിരുന്നതിനാൽ ബാഹ്യ ഇടപെടൽ എന്ന സാധ്യത തള്ളിക്കളയുകയാണ് അന്വേഷണ സംഘം. വീട്ടിൽ നിന്നും ഫോറൻസിക് സംഘം കണ്ടെടുത്ത മന്ത്രവാദ ചടങ്ങുകളെ
പരാമർശമുണ്ട്. കുറിപ്പിലെ കൈപ്പട ആരുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ആദി, ദേ ഈ ചോറ് പാതി കുഴച്ച് പാത്രത്തിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു കൊണ്ട് വരരുത് കേട്ടോ. ആദി, ഞാൻ പറയുന്ന വല്ലതും നീ കേൾക്കുന്നുണ്ടോ? കേട്ടു. എടാ, നിന്ന് താളം തുള്ളാതെ വാ, യൂണിഫോം ഇടാം. നീ വാ. എല്ലാവരും എഴുതിക്കേ, ഞാൻ ഇപ്പോൾ വരാവേ. നീ ഏത് നേരം നോക്കിയാലും ഇതിൻ്റെ അകത്താണല്ലോ. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോരെ. അല്ലേലും ഇവിടെ വരുമ്പോൾ തൊട്ട് എല്ലാവർക്കും മൂത്രമൊഴിക്കലിൻ്റെ അസുഖമാണ്. സമയം കളയണമല്ലോ. കാണിച്ചേ. ഇത് അസെൻഡിങ് ഓർഡർ, ഇത് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഡാനിയ വായിച്ചോ. ആന്റി വെള്ളം. ആ, മൂത്രമൊഴിക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വെള്ളം, അടുത്ത അടവ്. ഞാൻ പോയി കുടിച്ചോട്ടെ? വേണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ ആ തന്നേക്കുന്ന പാരഗ്രാഫ് മുഴുവൻ നീ എഴുതി തീർക്ക്. എന്നിട്ട് നീ വെള്ളം കുടിച്ചാൽ മതി കേട്ടോ. ആ, എഴുത്. ദാ, ആദ്യം എഴുതിയോ? നോക്കട്ടെ. ഞാൻ ഇന്നലെ ആദിത്യൻ്റെ ബുക്ക് നോക്കിയപ്പോഴാണ് അവനിങ്ങനെ ഒരു പടം വരച്ചേക്കുന്ന കണ്ടത്. 3 പേര് തൂങ്ങി മരിച്ചിരിക്കുന്ന പടം അവൻ വരച്ചേക്കുന്നത്. നിങ്ങളുടെ തറവാട്ടി കഴിഞ്ഞ ദിവസം എന്തോ ഒരു പൂജ ഉണ്ടായിരുന്നില്ലേ? അതെ, നെടുവിളക്കം തിരുമേനിയാ പൂജ നടത്തിയത്. അപ്പോൾ അത്ര നിസ്സാരമല്ലാത്ത എന്തോ കാര്യമാണല്ലോ. പിന്നെ അനിലേ, ആ ഓട്ടക്കാരൻ ജോയിയും കുടുംബവും ഈ മാണിക്കത്തേരുന്ന് താമസം മാറാനുള്ള കാരണമൊക്കെ എനിക്കറിയാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് നെടുവിളക്കം തിരുമേനെ പോയെന്ന് കാണുന്നതാണ് നല്ലത്. പിന്നെ ആദിത്യനോട് ഈ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. അവനെ കുറച്ച് ദിവസം സ്കൂളിലും വിടണ്ട. ആ, എന്തായാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു കരുതൽ വേണം. കല്ലിന് കുത്തിച്ചതച്ചാലും മരണമില്ലാത്ത ചില ജന്മങ്ങൾ പോലെയാണ് മാണിക്കത്തേരി തറവാട്ടിലെ ദുർദേവതകൾ. ഒന്നും വെറുതെ അല്ല. അപ്പോ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ട തിരുമേനി? കറുത്ത പട്ട് വിരിച്ചടക്കണം. ശവങ്ങളടക്കുന്ന പോലെ തന്നെ. അതും വെളുപ്പിന് 3 മണിക്ക്. മനസ്സിൻ്റെ ശരീരത്തിൻ്റെയും ബോധം ഒരേപോലെ മറയുന്ന സമയമാണത്. നൈരുത്യ ഭാഗത്തെ ചിതേലി പ്രതിഷ്ഠയ്ക്ക്
ബലി കൊടുത്ത 3 ആളുകളെ അവിടെ നിന്നും എടുക്കുക. കുളത്തിന്റെ തെക്ക് ഭാഗത്ത് എത്തിച്ചേർന്നുകൊണ്ട് അടക്കാൻ പോകുന്ന 3 ആത്മാക്കളിലേക്ക് അപ്രജം തളിക്കുക. ശേഷം അവരെ കിടത്താൻ പാകത്തിലുള്ള കുഴി അവിടെ കുഴിക്കുക. വീണ്ടും അവരുടെ മുകളിലേക്ക് അപ്രജം തളിക്കുക. അതിനുശേഷം മൂവരെയും ആ കുഴിയിലേക്ക് നിരത്തി കിടത്തുക. പിന്നീട് ഒരു കറുത്ത പട്ടിന്റെ തുണി അവരുടെ മുകളിൽ മുഴുവനെ വിരിക്കണം. പട്ടിന്റെ നടുഭാഗത്തും മറ്റ് 2 മൂലകളിലും കല്ലുകൾ വയ്ക്കണം. പട്ടിന്റെ മുകളിൽ നനവില്ലാത്ത പച്ചമണ്ണ് വാരിയിട്ടുകൊണ്ട് കുഴി മൂടുക. മൂടിയ കുഴിക്ക് മുകളിൽ ത്രികോണാകൃതിയിൽ അപ്രജം ഒഴിക്കണം. അതിനുശേഷം ആത്മാക്കളെ മൂടിയ കുഴിക്ക് മുകളിൽ ആ കുടം പൂർണ്ണമായും കമഴ്ത്തുക. തിരുമേനി പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോഴോ ഒരു ആശ്വാസമായത്. ശരിയാ, എത്ര ദിവസമായി ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടല്ലേ. അതെ. ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. ശരി, അപ്പോഴേക്കും ഞാൻ ഈ ചായ റെഡിയാക്കാം. ഈ മാണിക്കത്തേരി തറവാടിന്റെ കൈവശാവകാശം ഇപ്പോഴും തൻ്റെ പേരിലല്ലേ? അതേ തിരുമേനി. എങ്കിൽ ആ കൈവശാവകാശം എത്രയും പെട്ടെന്ന് വിട്ടൊഴിവാക്കണം. തറവാട് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കണം. താമസിക്കരുത്. താമസിച്ചാൽ അത് വലിയ അപകടമാണ്. അതുകൊണ്ടാണ് മരണം പാമ്പിൻ്റെ വരെ വഴി തേടി വന്നത്. അടുത്തിടെ തൻ്റെ ബന്ധുമിത്രാദികളിൽ ഒരാൾ മരണപ്പെട്ടത് പഞ്ചമി നാളിലാണ്. അയാൾ മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വാഹനാപകടത്തിൽപ്പെട്ട് അനിലിൻ്റെ ഒരു അമ്മാവനും മരണപ്പെടുന്നത്. ഈശ്വര. പഞ്ചമി നാളിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 5 മരണത്തിലൂടെ അവസാനിക്കും. അത് അച്ചട്ട. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനിച്ചു എന്ന് കരുതിയ മരണഭീതി വീണ്ടും തുടരുന്നത് അതുകൊണ്ടാണ്. കാതഹത്യാഹോമത്തിലൂടെ അല്ലാതെ നമുക്കിതിനെ തടയാനാവില്ല. ജീവൻ നിലനിർത്താനുള്ള മാർഗമായി
ഞാനത് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇതാണ് ഉചിതം. മാത്രമല്ല, ഈ തറവാടിൻ്റെ വടക്കിഴക്കേ ഭാഗം ശ്മശാന തുല്യമാണ്. സത്യം പറഞ്ഞാൽ ശവങ്ങൾക്ക് മുകളിലാണ് നിങ്ങളുടെ താമസം. വെച്ചുവാഴിച്ചിരുന്ന ദുർദേവതകളെ അടക്കിയിരുത്താനാവുന്നില്ല. ഭയക്കണം. ഈ തറവാടിൻ്റെ വടക്കിഴക്കേ ഭാഗം ശ്മശാന തുല്യമാണ്. സത്യം പറഞ്ഞാൽ ശവങ്ങൾക്ക് മുകളിലാണ് നിങ്ങളുടെ താമസം. നിങ്ങളിപ്പോൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നിടത്ത് വാഹനം എത്തുന്നതിനിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും വണ്ടി നിർത്തുകയോ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുകയോ ചെയ്യരുത്. ടോപ്പിക് ഹൗ ടു ബി എ ഗ്രേറ്റ് പാരന്റ്. കുട്ടികളുമായുള്ള ശരിയായ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് വിജയം. കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആയിരിക്കും കുട്ടികൾ തിരിച്ച് പാരന്റ്സിനോടും. ആദി തല അകത്തേക്കട്ടെ.